1.5 മാസത്തിനിടെ 4 കൊലപാതകങ്ങളാണ് നഗരത്തിൽ നടന്നത്. സമാന രീതിയിലുള്ള കൊല ആയതിനാൽ സീരിയൽ കില്ലർ ആണെന്ന് സംശയിക്കുന്നു. 1.5 മാസമായിട്ടും പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. പോലീസിന്റെ അനാസ്ഥയാണ് ഇതിന് എല്ലാ കോണിലും. പരസ്പര ബന്ധമില്ലാത്ത 4 പേർ 6 ആഴ്ചക്കിടയിൽ കൊല്ലപ്പെടുന്നു. പക്ഷെ ഇവർ തമ്മിലുള്ള ഒരേ ഒരു കണക്ഷൻ, അന്ന് 4 പേരും സിനിമ കണ്ടിരുന്നു. ഈ കൊല്ലപ്പെട്ടതൊക്കെ ചെറുപ്പക്കാരല്ലേ? അതിലൊരു കണക്ഷൻ ഇല്ലേ സാറേ? ആ ഹോസ്പിറ്റലിലുള്ള അച്ഛനും മോനും അങ്ങനെ ഉണ്ട് ഇപ്പോ? അവരിപ്പോ ഓക്കെയാണ് സാർ. അയാൾക്ക് കാലിന് ചുട്ടിക്കൊണ്ടടിച്ചതിന്റെ ഒരു ചതവ് മാത്രമേ ഉള്ളൂ. പിന്നെ കുട്ടി വല്ലാണ്ട് പേടിച്ചിട്ടുണ്ട് സാർ. എന്നാലും അതെന്തായിരിക്കും ഇപ്പൊ അയാളെ മാത്രം? ഇനിയിപ്പോ ആരെങ്കിലും കണ്ടിട്ടായിരിക്കും? ഏയ്, ഒരിക്കലുമല്ല. അയാളെ കൊല്ലാതെ വിട്ടതിലൂടെ കില്ലർക്ക് നമ്മളോട് എന്തോ പറയാനുണ്ട്. 4 ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടത് ഓരോ ആഴ്ചയുടെ ഇടവേളകൾ. സാറേ, പുറത്തൊരാൾ വന്നിട്ടുണ്ട്. വരാൻ പറയണോ? അയാൾക്ക് മുഖംമൂടിയുണ്ട് സാറേ. BGMന്റെ ശബ്ദകോലാഹലങ്ങളില്ലാതെ വളരെ മനോഹരമായി കാണാൻ പറ്റുന്ന ഒരു ഫീൽ ഗുഡ് മൂവി തന്നെയാണ് ഒരു ജാതിക്കാത്തോട്ടം. നമ്മെ ആകെ വെറുപ്പിക്കുന്നത് തിയേറ്ററിലുണ്ടായിരുന്ന അപശബ്ദങ്ങൾ മാത്രമാണ്. എന്തായാലും അതാണ് സാറേ, അപശബ്ദങ്ങൾ. സിനിമ ഒരു കലയല്ലേ സാറേ? ഈ ഹൊറർ സിനിമേന്റെ ഇടയിൽ എന്തിനാണ് സാറേ ഈ വടിച്ച തമാശ? അവനെ മാത്രമല്ല സാറേ, ഓരോരുത്തരും ഓരോ കാരണങ്ങളുണ്ട് സാറേ ചാവാൻ. പ്രേതം വരുന്നുണ്ടേ, പേടിക്കണ്ട, ഓടിക്കോ. എന്നെ പോലുള്ള റിവ്യൂർ തന്നെയല്ലേ സിനിമയെ നശിപ്പിക്കുന്നത്? തിയേറ്ററിനകത്ത് ഞങ്ങൾ ആരുടെയും ആസ്വാദനത്തെ തടസ്സപ്പെടുത്താറില്ല സാറേ. പിന്നെ നീ എന്തിനാടാ ആ അച്ഛനെയും മോനെയും വെറുതെ വിട്ടത്? ഈ ഫോണിൽ കാർട്ടൂൺ കാണാനാണെങ്കിൽ എന്തിനാണ് സാറേ തിയേറ്ററിലേക്ക് വരുന്നത്? വീട്ടിലിരുന്നാൽ പോരെ. അയാളും ചാവേണ്ടതായിരുന്നു സാറേ. എന്തോ തിയേറ്ററിനകത്തുണ്ടായ ദേഷ്യം എനിക്ക് ആ കുട്ടിയോട് പുറത്തുണ്ടായില്ല. പിന്നെ നീ എന്താ ഇപ്പൊ പിടികൊടുത്തത്? കൊന്നു മടുത്താ? അല്ല, പിടിക്കൊന്ന് പേടിച്ചാ നീ? അതിന് സാറിനോട് ആരാ പറഞ്ഞേ ഞാൻ പിടിതരാൻ വന്നതാണെന്ന്? ഇല്ല, ഞാനിവിടെ ഒരു പടം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല. എക്സ്ക്യൂസ് മീ, കുറേ സമയമല്ലേ, ഒന്ന് പുറത്തു പോയിട്ട് സംസാരിച്ചൂടെ? എൻ്റെ ഫോണിൽ എവിടെ സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം ഞാൻ തീരുമാനിച്ചോളാം. നിങ്ങൾ ഇടപെടണ്ട കേട്ടോ. ഇല്ല, അത് ഇവിടെ പറഞ്ഞതാ. ഇല്ല ഇല്ല ഇല്ല, അത് ചെയ്യാം. സിനിമ ഒരു കലയല്ലേ സാറേ? അതിനിങ്ങനെ കൊല്ലാൻ പറ്റുമോ?